അപ്പോഴേ 30 മാർക്കാണ് ഫിസിക്സിന് നമുക്കുള്ളത്. അപ്പോൾ സിലബസ് മാറി വന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ഈക്വൽ പ്രൊബബിലിറ്റി ആണ്. പണ്ട് കാലം എത്ര പഠിച്ചു എന്നുള്ളത് ഇവിടെ ഒരു വലിയ ഫാക്ടറായിട്ട് നിൽക്കുന്ന കാര്യമല്ല, അല്ലെ? ഇനി കിട്ടുന്ന സമയം എങ്ങനെ നന്നായിട്ട് വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കാനുള്ള ഒരു മാനദണ്ഡമായിട്ട് വരുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, സിലബസ് എപ്പോഴും മാറി വരുന്നതൊക്കെ ഒരു വിധത്തിൽ പറഞ്ഞ അനുഗ്രഹം തന്നെയാണ്. കാരണം എല്ലാം എഴുതി മടുത്ത് നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സമയം, അതായത് നേരത്തെ പഠിച്ചവരും ഒന്നും പഠിക്കാതെ നിൽക്കുന്ന ആളുകളും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇതൊരു പോസിറ്റീവായിട്ട് എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നേരത്തെ പഠിക്കുന്നവർക്ക് അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ടാവാം, പക്ഷെ എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, മോസ്റ്റ്ലി നമുക്കിത് വേറൊരു രീതിയിൽ പോസിറ്റീവായിട്ട് കാണാം. കാരണം നമ്മളെല്ലാവരും തുല്യമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന ആളുകളാണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇതിൻ്റെ അകത്ത് ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല, കാരണം നമുക്കിനി പഠിക്കാനാണ് സമയം വേണ്ടത്. അപ്പൊ ഫിസിക്സ് സംബന്ധിച്ചിടത്തോളം 30 മാർക്കാണുള്ളത്. അപ്പൊ ഞാൻ ഈ സിലബസ് എൻ്റെ കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ ദൈവം, ഇത് ഏറ്റവും ഈസി ആയിട്ട് വരുന്ന ഭാഗമാണ് ഫിസിക്സിന്റെ അകത്തുള്ളത്. കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ 30 മാർക്ക്. നമ്മുടെ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള PSC പഠിക്കുമ്പോൾ പോലും ഇങ്ങനെ ചോദിക്കാറില്ല. അതായത് 5 മാർക്കിനൊക്കെ തന്നെ ആയിരിക്കും ഈ 3 മൊഡ്യൂൾ ഒരുമിച്ച് നമുക്ക് തരുന്നുണ്ടാവുക. ഇത് പക്ഷെ 30 മാർക്കിന് ആണ്, കുറച്ച് ഭാഗങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് അപ്ലൈഡ് ഒപ്റ്റിക്സ് ആണ് പ്രധാനപ്പെട്ട ഭാഗമായിട്ട് വരുന്നത്. 10 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഇതിൻ്റെ അകത്തുനിന്നുണ്ട്. അപ്പോൾ അപ്ലൈഡ് ഒപ്റ്റിക്സിൽ പോലും ലേസർ, അതിന്റെ ആപ്ലിക്കേഷൻസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എന്താണ് ലേസർ? ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ, അതൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ ലേസർ എന്താണെന്ന് പഠിക്കും. ദെൻ അതിന്റെ പ്രിൻസിപ്പിൾ, സ്റ്റിമുലേറ്റഡ് എമിഷൻ, സ്പോണ്ടേനിയസ് എമിഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ ഓൾസോ നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലേസേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹീലിയം നിയോൺ ലേസർ, പിന്നെ ഡൈ ലേസർ, സെമി കണ്ടക്ടർ ലേസർ, റുബി ലേസർ, അല്ലെ? അത് തന്നെ പല ലെവൽ, കാർബൺ ഡൈ ഓക്സൈഡ് ലേസർ, 4 ലെവൽ ലേസർ, 3 ലെവൽ ലേസർ, അങ്ങനെ പല ഇതുണ്ട്. അപ്പോൾ കമ്പാരിറ്റീവ്ലി വളരെ ഈസിയാണ്. കാരണം പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ത് ടൈപ്പ് ലേസർ ആണ്, അല്ലെങ്കിൽ ഈ ലേസർ എമിറ്റ് ചെയ്യുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത് എത്രയാണ്, അല്ലെങ്കിൽ ഇതിന്റെ കളർ എന്താണ്, അല്ലെങ്കിൽ ഇത് 4 ലെവൽ ആണോ 3 ലെവൽ ലേസർ ആണോ, സിമ്പിൾ ചോദ്യങ്ങളാണ് കൂടുതലും വരുന്നത്. ന്യൂമറിക്കൽസ് കുറവാണ്. ഇനി ഒപ്റ്റിക്കൽ ഫൈബർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രോണിക്സിൽ കോമൺ ആയിട്ട് പഠിക്കുന്ന ഒരു ഭാഗമാണ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത്, അല്ലെ? ഒപ്റ്റിക്കൽ ഫൈബറിൽ പോലും അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ടോട്ടൽ ഇന്റർ റിഫ്ലക്ഷൻ മുഖാന്തരമാണ് ഒപ്റ്റിക് ഫൈബറിന്റെ അകത്ത് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന കാര്യം മനസ്സിലാക്കുക. ടോട്ടൽ ഇന്റർ റിഫ്ലക്ഷൻ നടക്കാനുള്ള കണ്ടീഷൻസ്, അത് ലൈറ്റ് മസ്റ്റ് ബി ട്രാവൽ ഫ്രം ഡെൻസർ ടു റെയറർ മീഡിയം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ പഠിക്കണം. പിന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഒപ്റ്റിക് ഫൈബേഴ്സ് ഉണ്ട്. സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറിനെ പഠിക്കണം, ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ പഠിക്കണം. പിന്നെ ഒരെണ്ണം കൂടിയുണ്ട്, മൾട്ടി മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ. അപ്പൊ അതൊക്കെ പഠിക്കണം. ദെൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണക്ക്, ന്യൂമറിക്കൽസ് വരുന്ന ഭാഗമാണ് ന്യൂമറിക്കൽ അപ്രച്ചറും അതുപോലെ അക്സെപ്റ്റൻസ് ആംഗിൾ. അക്സെപ്റ്റൻസ് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരു ഒപ്റ്റിക് ഫൈബർ എടുക്കുക. ഇപ്പൊ ഇതാണ് നിങ്ങളുടെ കയ്യിരിക്കുന്ന ഒപ്റ്റിക് ഫൈബർ എങ്കിൽ ഈ ഒപ്റ്റിക് ഫൈബറിന്റെ അകത്തേക്ക് ഒരു ലൈറ്റ് നമ്മൾ കൊടുക്കണമല്ലോ. അപ്പോൾ ഒരു പ്രത്യേക ആംഗിളിലെ ഒപ്റ്റിക് ഫൈബറിലേക്ക് വന്ന് വീണാൽ മാത്രമേ ഈ ലൈറ്റിനെ ഈ ഒപ്റ്റിക് ഫൈബർ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. അതിനെയാണ് നമ്മൾ അക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറയുന്നത്. തോന്നുന്ന ആംഗിൾ നമ്മൾ ഉള്ളിലേക്ക് കൊടുത്താലൊന്നും ഇത് അക്സെപ്റ്റ് ചെയ്യില്ല. അതാണ് അക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറയുന്നത്. നമ്മൾ തീറ്റ കൊണ്ടൊക്കെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ദെൻ ന്യൂമറിക്കൽ അപ്പർച്ചർ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ടേമാണ്. ദെൻ ഒപ്റ്റിക് ഫൈബറിന്റെ സെൻസേഴ്സും ഒപ്റ്റിക് ഫൈബറിന്റെ കമ്മ്യൂണിക്കേഷൻ ഭാഗങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ സയന്റിഫിക് ഓഫീസറുടെ ഫിസിക്സ് ഡോക്യുമെന്റ്സിനൊക്കെ പരീക്ഷ കഴിഞ്ഞുള്ളൂ. ഇതിൽ നിന്നൊക്കെ നല്ല നല്ല ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു ഈ ഭാഗത്ത്. ദെൻ നമ്മൾ ഫോട്ടോണിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോട്ടോണിക്സിൽ LED സോളാർ സെല്ലും മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഇതും വളരെ സിമ്പിൾ ആണ്. LED എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു PN ജംഗ്ഷൻ ഡയോഡാണ്, അല്ലെ? ഇലക്ട്രോണിന്റെയും ഹോളിന്റെയും റീകോമ്പിനേഷൻ നടന്നിട്ട് അത് പുറത്തേക്ക് ലൈറ്റ് തരും. അതായത് ഇലക്ട്രിസിറ്റി കൊടുത്തുകൊണ്ട് നമ്മൾ അതിനെ ലൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ഓഫ് LED എന്ന് പറയുന്നത്. ഇവിടെ ചോദിക്കുന്ന സാധാരണ LED പ്രിൻസിപ്പിളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. ദെൻ ചെറിയ ന്യൂമറിക്കൽസ് ഉണ്ടാവും അതിൻ്റെ അകത്തു നിന്നും. അതോടൊപ്പം തന്നെ ഇവിടെ നിന്നും നമ്മൾ ഓരോ മെറ്റീരിയൽ, സെമി കണ്ടക്ടേഴ്സ് ഉപയോഗിച്ചാണ് LED ഉണ്ടാക്കുന്നത്. ഓരോ സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് മാറുന്നതനുസരിച്ചിട്ട് LED കളർ മാറും. ബ്ലൂ കളർ കിട്ടുന്ന LED ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന മെറ്റീരിയൽ ഡിഫറെന്റ് ആണ്. റെഡ് കളർ എമിറ്റ് ചെയ്യുന്ന LED ഡിഫറെന്റ് ആണ്.
ദെൻ ഓൾസോ നമ്മൾ വൈറ്റ് എമിഷൻ വേണമെങ്കിൽ നമ്മൾ ഫോസ്ഫർ അതിൽ കോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങൾ. ദെൻ ഓൾസോ സോളാർ സെല്ലും അതിന്റെ എഫിഷ്യൻസിയും പ്രിൻസിപ്പിൾ വർക്കിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ നിന്ന് പഠിക്കാനുള്ളത്. അപ്പൊ ബേസിക്കലി 10 മാർക്ക് വാങ്ങിക്കാൻ വലിയ പാടൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഫിസിക്സ് അധികം പഠിക്കാത്ത ഒരാളാണെങ്കിൽ പോലും ഒരു 2 ദിവസം കുത്തിയിരുന്ന പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. 2 ദിവസം ഇരുന്നാൽ പഠിക്കാൻ പറ്റും. പക്ഷെ 2 ദിവസം ഇരുന്നുകൊണ്ട് മാർക്ക് കിട്ടില്ല. കാരണം 2 ദിവസം പഠിച്ചിട്ട് അടുത്ത 2 ദിവസം റിവിഷൻ ചെയ്താൽ മാർക്ക് കിട്ടും. കാരണം ഈ PSCയെ സംബന്ധിച്ചുള്ള റിവിഷൻ എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ്. നമ്മളെല്ലാം കുട്ടികളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ കുറേ സാധനങ്ങൾ വലിച്ചുവാരി തലയ്ക്കകത്ത് കയറ്റി വെക്കുകയല്ല വേണ്ടത്. എല്ലാം പഠിച്ചിട്ട് അത് കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നത്. ദെൻ ഓൾസോ നമ്മൾ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സെയിം നമ്മൾ സെമി കണ്ടക്ടേഴ്സ് 10ാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. ഇൻട്രിൻസിക് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്, PN ജംഗ്ഷൻ ഡയോഡ്, ഓക്കെ, അതിന്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം പഠിക്കണം. ഇനി സൂപ്പർ കണ്ടക്ടേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ടൈപ്പ് 1 ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ് ആണ്. സൂപ്പർ കണ്ടക്ടേഴ്സ് അറിയാലോ, സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് വെച്ചാൽ റെസിസ്റ്റിവിറ്റി 0 ആയിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിന് താഴെയാണെങ്കിലാണ് മെറ്റീരിയൽ സൂപ്പർ കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ അത് തന്നെ പലതരത്തിലുണ്ട്. 2 തരത്തിലുള്ള സൂപ്പർ കണ്ടക്ടേഴ്സ് ആണ്. ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സും ഉണ്ട്, ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സും ഉണ്ട്. ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണെങ്കിൽ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ് ഒന്നും, 2 ക്രിട്ടിക്കൽ പോയിന്റ് ആണെങ്കിൽ അതിന് നമ്മൾ ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ് ഒന്നും, കംപ്ലീറ്റ് മെസൺ എഫക്ട് കാണിക്കുന്നത് അനുസരിച്ച് നമ്മൾ സൂപ്പർ കണ്ടക്ടേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്ന മെസനർ എഫക്റ്റ് ആണ്. മെസനർ എഫക്ട് പഠിക്കുന്നുണ്ട്. അതുപോലെ BCS തിയറി, കൂപ്പർ പെയറുകൾ ഉണ്ടാവുന്ന BCS തിയറി പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സും നമ്മൾ ഭംഗിയായിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സും. ഏറ്റവും നല്ല ഭംഗിയുള്ള സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ഒരുപാട് ചവർ കാര്യങ്ങളുണ്ട് ഈ ഫിസിക്സിലെ, അതൊന്നുമേ ഇല്ല. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ കഥ പോലെ പറഞ്ഞ് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന 2ാമത്തെ മൊഡ്യൂളിന്റെ അകത്ത് 10 മാർക്കിനുള്ളത് കേട്ടോ. ശരി, അടുത്തത് സ്ലൈഡ്. യെസ്, ലാസ്റ്റ് മൊഡ്യൂൾ 10 മാർക്ക് അക്വസ്റ്റിക്സ് ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് അക്വസ്റ്റിക് വേവ്സ് ബേസ്ഡ് ഓൺ ഫ്രീക്വൻസി പഠിക്കാനുണ്ട്. സിമ്പിൾ കാര്യങ്ങളാട്ടോ. ദെൻ ഇത് കുറച്ച് എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭാഗമാണ്. പ്യൂർ ഫിസിക്സിൽ നിന്ന് കുറച്ചുകൂടെ മാറിയിട്ട് ആണ് ഇരിക്കുന്നത്. ഞാൻ തന്നെയാണ് അത് എടുത്തിരിക്കുന്നത്. ദെൻ അക്വസ്റ്റിക്സ് അബ്സോർപ്ഷൻ, റിവർബറേഷൻസ് ഉണ്ട്, റിവർബറേഷൻ ടൈം ഉണ്ട്, അതിന്റെ ഫോർമുലാസ് ഉണ്ട്. അപ്പോൾ ചെറിയ കുഞ്ഞു കണക്കുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കുണ്ട്. പിന്നെ അൾട്രാസോണിക്സ്, അതിന്റെ ആപ്ലിക്കേഷൻസുകൾ നമ്മൾ റഡാർ, സോണാർ, അതുപോലെ NDT, അതിന്റെ മെഡിക്കൽ ആപ്ലിക്കേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറയുന്ന അക്വസ്റ്റിക്സിന്റെ 3ാമത്തെ യൂണിറ്റിൽ നിന്നും പഠിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ അക്വസ്റ്റിക്സിന്റെ ഭാഗം വളരെ ചെറിയ ഭാഗമാണ്. കുറച്ച് ക്ലാസ്സുകളേ ഉള്ളൂ, കുറച്ച് കണ്ടന്റേ ഉള്ളൂ, കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി. പക്ഷെ 10 മാർക്കിന് ചോദ്യങ്ങൾ കിട്ടും. അപ്പോൾ ഒരേ ടോപ്പിക്കിൽ നിന്ന് തന്നെ ഇപ്പൊ റിവർബറേഷനിൽ തന്നെ പല ചോദ്യങ്ങൾ വീണ്ടും ഒക്കെ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഭാഗങ്ങൾ പഠിച്ച് നമുക്ക് മാക്സിമം മാർക്ക് വാങ്ങിക്കാം എന്നുള്ളൊരു ഇതിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ഗുണം. അപ്പൊ എന്തായാലും 30 മാർക്ക് നിങ്ങൾ ആലോചിക്കുക, 1 മാർക്ക് 2 മാർക്ക് 3 മാർക്കൊക്കെ പോലും നമ്മൾക്ക് ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ആ വ്യത്യാസം നമ്മൾ ഓക്കെ, കണക്ഷൻ ഒരു പ്രശ്നം. ഓക്കെ, ശരി. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. യെസ്, എന്താ ഹൗ ടു സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ക്ലാസ്സുകളെല്ലാം കണ്ടു തീർത്ത് കൃത്യമായിട്ട് നോട്ട് എഴുതിയെടുത്ത് ഒരു തവണ പഠിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ ക്ലാസ്സുകൾ കണ്ട് വീണ്ടും ഒന്നുകൂടെ പഠിക്കണം. അതാണ് 2ാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്പീഡിലാവും. 3ാമത്തെ സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടന്റ് നല്ല രീതിയിൽ ആവർത്തിക്കുക. ഞാൻ പറയട്ടെ, ഒരു പ്രാവശ്യം കണ്ടാലും മതി. എന്നിട്ട് നോട്ട് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവുമല്ലോ, ആ നോട്ട് കൃത്യമായിട്ട് പഠിക്കുക. ഒരു കാരണവശാലും നിങ്ങൾ ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വായിക്കാൻ നിൽക്കരുത്. കാരണം ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, നമ്മുടേതെന്ന് തോന്നുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ എപ്പോഴും ഇഷ്ടപ്പെടും ഒരുപാടായിട്ട്. അപ്പൊ നമ്മുടെ ഹാൻഡ് റൈറ്റിങ്, നമ്മുടെ ബുക്ക്, നമ്മുടെ പേന, നമ്മുടെ ബുക്കിലെ പേജ്, അപ്പൊ അതിൽ ഭംഗിയായിട്ട് എഴുതി കഴിയുമ്പോൾ നമുക്ക് പല ആവർത്തി നമ്മളിങ്ങനെ അത് വായിച്ച് മനസ്സിലതിങ്ങനെ പതിപ്പിക്കണം. അങ്ങനെ പതിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് മറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് മറന്നുപോയാൽ പോലും നിങ്ങളുടെ കാഴ്ച, അത് ദൃശ്യം എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ കാഴ്ച അതൊരിക്കലും മറക്കില്ല. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇരിക്കുമ്പോൾ 4 ഓപ്ഷൻ കണ്ടു, ഒരു 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യുക, 2 ഓപ്ഷൻ നിൽക്കണം, 50-50 ചാൻസാണ്. പക്ഷെ നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾക്ക് അത് ഉത്തരം കാണാൻ പറ്റും. ഇത് അനുഭവമാണ്. എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കുട്ടികളോട് ഞാൻ പറഞ്ഞിട്ട് അവരും ഇത് ട്രൈ ചെയ്തിട്ട് സക്സസ് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പല ആവർത്തി ഇത് വീണ്ടും ഇങ്ങനെ വായിച്ച് തലയിൽ തറാക്കുക. ആൻഡ് ഓൾസോ ഇത് എപ്പോഴും നമ്മളിങ്ങനെ കാണുക. പിന്നെ വേണ്ട ഇക്വേഷൻസ് മാത്രം എഴുതി മേളിൽ ഇങ്ങനെ വെക്കണം.
എന്നിട്ട് അത് കൃത്യമായിട്ട് ഓരോ ദിവസങ്ങളിലും മാറി മാറിയായിട്ട് നോക്കണം. ഇപ്പൊ നിങ്ങളുടെ മാത്സിന്റെ സാറ് പറഞ്ഞപ്പോൾ മാത്സിന്റെ സിലബസും കമ്പാരിറ്റീവ്ലി ഈസിയാണ്. ഞാൻ നോക്കാറ്, ഞങ്ങൾക്ക് മാത്തമാറ്റിക്കൽ ഫിസിക്സ് പഠിക്കാനുള്ള ആളുകളാണ്. അപ്പൊ മെട്രിക്സും ഐഗൺ വാല്യൂസ് അങ്ങനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഒക്കെ. അപ്പൊ അതുമൊക്കെ നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി സുഖമാണ്. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇതൊരു ഭയങ്കര ഗോൾഡൻ ചാൻസ് ആ കുട്ടികൾ, നിങ്ങൾ ഒരു കാരണവശാലും ഇത് ഒഴിവാക്കരുത്. ഓക്കെ, അപ്പോ കുറെ റിവിഷൻ പഠിക്കണം, നന്നായിട്ട് റിവിഷൻ ചെയ്യണം. ആൻഡ് ഓൾസോ MCQ ചോദ്യങ്ങൾ, നമ്മൾ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ തരും. ആ ചോദ്യങ്ങളെല്ലാം പലാവർത്തി വർക്ക്ഔട്ട് ചെയ്യുക. അത് തന്നെ റിപ്പീറ്റ് ഒരുപാട് ചോദിക്കാറുണ്ട്. കാരണം നമ്മൾ കുറെ നാളായിട്ട് ഇതിങ്ങനെ പഠിപ്പിക്കുന്നതുകൊണ്ട് നമുക്കറിയാം ഇന്നതൊക്കെ ചോദിക്കുന്നത്, ഇതൊക്കെയാണ് നോക്കേണ്ടതൊക്കെ. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ വേണം പഠനവും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോകാൻ. ഓക്കെ, അപ്പൊ ഫിസിക്സിന്റെ കാര്യത്തെ ഓർത്ത് നിങ്ങൾ ആരും പേടിക്കേണ്ട. 30 മാർക്ക് വാങ്ങിക്കാനുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം. ഉഷാറായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ.